ഈ രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ അക്രമങ്ങളുടെയും അനീതികളുടെയും തലപ്പത്ത് ഇവനാണുള്ളത്. നമ്മുടെ ആതിഥ്യം സ്വീകരിച്ചിവിടെ കഴിഞ്ഞിരുന്ന സാംദേശ രാജകുമാരിയെ കൊള്ളയടിച്ചതിന്റെ പിന്നിൽ, നാട്ടിൽ നടക്കുന്ന എല്ലാ അക്രമങ്ങളുടെയും പിന്നിൽ ഈ നിൽക്കുന്നവന്റെ കൈകളാണുള്ളത്. എന്നിട്ട് ഇവൻ സാംദേശ രാജകുമാരിയെ രക്ഷിച്ചതായി അഭിനയിച്ചു. ഒരിക്കലും ഇവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചു. അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അങ്ങവിടെ ചെന്നപ്പോൾ ഇവൻ അങ്ങയുടെ രക്ഷകനായി മാറി. അവൻ മുറിവേറ്റു വീണു. നല്ലവനെന്ന് ബോധ്യമാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇതാരായാലും വിശ്വസിക്കും, ഞാൻ പോലും. അമൃതീൻ, നമുക്ക് വേണ്ടത് ആരോപണങ്ങളല്ല, തെളിവുകളാണ്. രാജകുമാരിയെ വിവാഹം കഴിക്കണമെന്നുള്ള വ്യാമോഹത്താൽ ഇവൻ കൊടുത്തയച്ച കാഴ്ചദ്രവ്യങ്ങൾ എന്താണെന്നറിയാമോ? വിലമതിക്കാനാവാത്ത രത്നങ്ങളും വൈരങ്ങളും. ഒരു മഹാരാജാവിനോ കൊള്ളക്കാരനോ മാത്രമേ അത് കൊടുത്തയക്കാൻ സാധിക്കുകയുള്ളൂ. ഇവൻ മഹാരാജാവല്ല. പിന്നെ ആരാണെന്ന് നിശ്ചയിക്കേണ്ടത് അങ്ങ് തന്നെയാണ്. അലാവുദ്ദീൻ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അടച്ചവനെ സാക്ഷി നിർത്തി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയും സംശയമോ അങ്ങേക്ക്? അലാവുദ്ദീനോട് അങ്ങേക്കുള്ള സ്നേഹവും വാത്സല്യവും എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ അത് അലാവുദ്ദീനെ ശിക്ഷിക്കാതിരിക്കാനുള്ള കാരണമാവും തോന്നുന്നില്ല. ബാഗ്ദാദിലെ നീതിക്കും ന്യായത്തിനും അത് തടസ്സമാകുകയാണെങ്കിൽ അലാവുദ്ദീൻ ഒരു ശിക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. ആ ചുമതല നാം മൗലവി സാഹിബിനെ ഏൽപ്പിക്കുന്നു. അല്ലാഹ് അവന്റെ കൈകൾ അഴിച്ചുവിടും. അലാവുദ്ദീൻ നിരപരാധിയാണ്. അള്ളാഹുവിന് പ്രിയപ്പെട്ട ഇവൻ ബാഗ്ദാദിന്റെ അഭിമാനമായി മാറും. ഇവനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടായിരിക്കും. ആരെയും കാണുന്നില്ലല്ലോ. ഒളിച്ചു കളിക്കാന്ന് വിചാരിച്ചു. ഇനി അമീർ വിളിക്ക്, ഞാൻ കണ്ടുപിടിക്കാം. ശരി അമീർ, നമുക്ക് കളിച്ചത് മതി. നീ ഒരു കാര്യം ചെയ്യും, നീ ഇത്ര വലിയ ആളൊക്കെ അല്ലേ, ഞാനൊരു സാധനം ചോദിക്കാൻ പോവാ. ആലംബന, ഇതെന്താണ് ഇത്രയും വലിയൊരു സാധനം? അതൊക്കെ ഉണ്ട്. ലോകത്തിൽ ഇതേവരെ ആരും ധരിക്കാത്ത ഒരു വസ്ത്രം എനിക്ക് വേണം. ആലംബന, എന്താ പറ്റില്ലേ? ആരും ഉടുക്കാത്ത വസ്ത്രമല്ലേ? തരാം തരാം. അയ്യോ അമീർ, എന്താ ഇത്? ഞാൻ അമീർ അമീർ കേവലം ഒരു തുന്നക്കാരന്റെ മകൻ രാജകുമാരിയുടെ ഭർതൃപദം അലങ്കരിക്കുന്നത് ലജ്ജാവഹമാണ്. മുഹമ്മദ് ഹുസൈൻ, ഇത് നമ്മുടെ പ്രിയ പുത്രി റോഷ്നിയുടെ ആഗ്രഹമാണ്. ക്ഷമിക്കണം ഷാൻഷാ, കുമാരിയുടെ ഭർത്തൃപദം അലങ്കരിക്കുന്ന ദേഹമല്ലേ നാളെ ഈ സിംഹാസനത്തിന് അവകാശി. ബാഗ്ദാദിന്റെ ഭാവിയിൽ അധിഷ്ഠിതമാണ് റോഷ്നി രാജകുമാരിയുടെ വിവാഹം.
മുഹമ്മദ് ഹുസൈൻ അലാവുദ്ദീൻ ഒരു സാധാരണ യുവാവല്ലെന്ന് നാം വിശ്വസിക്കുന്നു. അവൻ ധീരനാണ്, ശക്തനുമാണ്. എങ്കിലവൻ ഞാനുമായ ഒരു ബലപരീക്ഷണത്തിന് തയ്യാറാകട്ടെ. നീ എന്തിനാ കരയുന്നത്? കരയിപ്പിക്കാൻ ആളുണ്ടായിട്ട്. എന്തു പറ്റി? രാജകുമാരിയെ നിക്കാഹ് കഴിക്കണം അല്ലേ? അതെ. അപ്പോ എന്നെ ഇത്രയും കാലം ആശിപ്പിച്ചത്? ജമീല, എനിക്കെല്ലാം മനസ്സിലായി അലാവുദ്ദീൻ. ഞാൻ എന്തെല്ലാം സ്വപ്നം കണ്ടു. അലാവുദ്ദീൻ ഇപ്പോൾ വലിയ ആളായി. രാജകുമാരിയെ നിക്കാഹ് കഴിക്കാം. ജമീല, നീ എന്റെ കൊച്ചു പെങ്ങളാണ്. എന്റെ വാക്കുകളും പെരുമാറ്റങ്ങളും എല്ലാം നീ തെറ്റിദ്ധരിച്ചു എന്നാ തോന്നുന്നത്. അബൂബക്കർ പോലെ തന്നെ നീ എന്നെയും കരുതുമെന്നാണ് ഞാൻ വിചാരിച്ചത്. നീ എന്നെ കുറ്റപ്പെടുത്തത്. നിന്നെ ഒരിക്കലും എന്റെ ഭാര്യയായിട്ട് കാണാൻ കഴിയില്ല. നീ എന്നും എന്തും എന്റെ കൊച്ചു പെങ്ങളാണ്. ജമീല, നിന്നെ വലിയൊരു സ്ഥലത്തിൽ ഞാൻ നിക്കാഹ് കഴിപ്പിച്ചയക്കാം. ജമീല, അലാവുദ്ദീൻ, എന്താ കമർദേ? രാജകുമാരി ഇങ്ങോട്ട് വന്നു. ഇല്ല, ഇങ്ങോട്ട് വന്നില്ലല്ലോ. രാജകുമാരിയെ കൊട്ടാരത്തിൽ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇതാ ഇപ്പൊ വരാം. രാജകുമാരിയെ കാണാനില്ല. ആരോ തട്ടിക്കൊണ്ടുപോയി. ആരാണെന്ന് പറ. കൊള്ളക്കാർ കൊണ്ടുപോയി. കൊള്ളക്കാർ? ഞാൻ പോയി കൊണ്ടുവരാം. ആ വേണ്ട, നീ വന്നാൽ നിന്നെ പറ്റിയും വിളക്കിനെ പറ്റിയും നാട്ടുകാരറിയും. എവിടെയാണെന്ന് മാത്രം പറ. അങ്ങയുടെ ആഗ്രഹം ഞങ്ങൾ ഇതാ നിറവേറ്റിയിരിക്കും. അതാ ബാഗ്ദാദ് അരമന അലങ്കരിക്കുന്ന മാണിക്യം നമ്മുടെ ആതിഥ്യം സ്വീകരിക്കാൻ ഇങ്ങെത്തി അല്ലേ രോഷ്നി രാജകുമാരി? നിങ്ങളാണോ കൊള്ളക്കാരൻ? എന്റെ ഹൃദയം കവർന്നെടുത്ത ഈ കൊള്ളക്കാരിയുടെ ദാസനാണ്. ബാഗ്ദാദ് രാജകുമാരിയോടാണ് നീ സംസാരിക്കുന്നത്? ഇന്നു മുതൽ നീ ബാഗ്ദാദ് രാജകുമാരിയല്ല, ഈ മിർഖാസിമിന്റെ അന്തപുരത്തിലെ റാണിയാണ്. ഭയപ്പെടാതെ രാജകുമാരി. പോലും മൃദുലമായ മേനിയിൽ ഒരു പോർല് പോലും ഞാൻ ഏൽപ്പിക്കില്ല. രോഷ്നി, ഇതെന്റെ സാമ്രാജ്യമാണ്. ഇവിടെ നിന്ന് നിന്നെ ഇനി രക്ഷപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. മീർ ഖാസിം, മകളെ, ഷാൻഷാ, നമ്മുടെ രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയതും ഈ രാജ്യത്ത് കൊലയും കൊള്ളയും നടത്തിയിരുന്നതും മറ്റാരുമില്ല, നമ്മൾ നല്ലവനാണെന്ന് കരുതിയിരുന്ന മീർ ഖാസിം. മിർ ഖാസിം,
നീ ഇത്ര നീചനാണെന്ന് നാം ചിന്തിച്ചില്ല. അവനെ പിടിച്ചുകെട്ടി കാൽക്കൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചതാണ്. അവൻ ഓടി രക്ഷപ്പെട്ടു. അവൻ എവിടെ ഉണ്ടെങ്കിൽ ഇവിടെ പിടിച്ചുകൊണ്ടുവരും. അവൻ ഈ ലോകത്തെ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ പിടിച്ചു കൊണ്ടുവരും ഷാൻഷാ. എന്നെ രക്ഷിച്ച നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു പോയി. ക്ഷമിക്കൂ. നിന്നെ ഞാൻ നിൽക്കാതെ ചെയ്യും. സത്യം. അലാവുദ്ദീൻ, ഞാൻ നിന്റെ സഹായത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. നീ എന്നെ സഹായിക്കണം. എന്റെ എന്ത് സഹായവും നിനക്ക് എപ്പോഴും ഉണ്ട് കമറുദ്ദീൻ. പറ. ഞാൻ കാരണം ചാരിത്രം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാണ് ആ പെൺകുട്ടി? നമുക്ക് ഉടൻ തന്നെ നിക്കാഹിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യാം. അലാവുദ്ദീൻ, നിന്റെ സ്നേഹിതൻ അബൂബക്കറില്ലേ, അവന്റെ സഹോദരി ജമീലയാണ്. ജമീല എന്റെ സഹോദരിയാണ്. അവളെയും നീ നശിപ്പിച്ചു അല്ലേ? നിന്നെ ഞാൻ അടിക്കൂ അലാവുദ്ദീൻ, ഇനിയും അടിക്കൂ. അങ്ങനെയെങ്കിലും എന്റെ തെറ്റുകൾ പറച്ചോൻ പൊറുക്കട്ടെ. ജമീലയുടെ കണ്ണുനീര് എന്നെ മനുഷ്യനാക്കി. ജമീലയല്ലാതെ മറ്റാരെയും ഞാൻ നിക്കാഹ് കഴിക്കില്ല. ഞാൻ അവൾക്ക് വാക്കുകൊടുത്തു. കമറുദ്ദീൻ, എന്നോട് ക്ഷമിക്കൂ. പെട്ടെന്നുള്ള അവിവേകം കൊണ്ട് ഞാൻ നിന്നെ അടിച്ചു. ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളുടെ നിക്കാഹ് ഞാൻ നടത്തിത്തരാം. നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു? ബാഗ്ദാദിൽ നിന്ന്. ബാഗ്ദാദ്? അത് അലാവുദ്ദീൻ എന്നാണല്ലേ? അലാവുദ്ദീനാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. അലാവുദ്ദീൻ? അവൻ ജീവിച്ചിരിപ്പുണ്ടോ? ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ആരാ? എന്താ വേണ്ടത്? ഞാൻ കുറെ ദൂരേന്ന് വരിക. എന്റെ മകളെ കാണാൻ പോകുന്ന വഴിയാ. നേരെ ഉരുട്ടിപ്പോയി.
ഒന്ന് കിടക്കാൻ സൗകര്യം വേണം. വെളുപ്പിനെ പൊയ്ക്കോളാം. ആരാണ് അത്? അവര് കുറച്ച് ദൂരത്തുനിന്ന് മോളെ കാണാൻ പോകുന്ന വഴിയാ. ഇന്ന് ഇരുട്ടിപ്പോയത് കൊണ്ട് ഇവിടെ കിടന്നോട്ടെ എന്ന്. ശരി, ഇവിടെ കിടന്നോട്ടെ. നിങ്ങൾ ഭക്ഷണം വല്ലതും കഴിച്ചോ? കഴിച്ചു. രാവിലെ തുണയ്ക്ക് ആള് വേണമെങ്കിൽ കൂട്ടിയാക്കാം. ഇതെന്റെ മകനാ. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ നിങ്ങൾക്ക് കിടക്കാനൊക്കെ സൗകര്യപ്പെടുത്താം. ഉമ്മാ, 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 അവിടെ കിടന്നിരുന്നല്ലേ? അത് സ്ത്രീയല്ലായിരുന്നു. പിന്നെ അന്ന് നമ്മുടെ ഇടയാപ്പടി വേഷം ധരിച്ചു വന്ന മന്ത്രവാദിയാണ്. അയാൾ നമ്മുടെ അത്ഭുത വിളക്ക് കൊണ്ടുപോയി. എന്റെ പടച്ചോനെ, ചതിച്ചോ? മീർ കാസിം, ഈ അത്ഭുത വിളക്ക് എനിക്ക് ലഭിക്കാൻ നീയാണ് കാരണം. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു. നിനക്ക് എന്താണ് വേണ്ടത് പറയൂ. കുസു, അലാവുദ്ദീനും ഖമറുദ്ദീനും ഇപ്പോൾ ആത്മാർത്ഥ സ്നേഹിതന്മാരാണ്. അവർ തമ്മിലടിച്ച് നശിക്കണം. എന്നിട്ട് രോഷ്നി രാജകുമാരിയെയും ബാഗ്ദാദ് സിംഹാസനവും എനിക്ക് സ്വന്തമാക്കണം. മീർ കാസിം, നിന്നെ ഞാൻ ഖമറുദ്ദീനാക്കി മാറ്റാൻ പോവുകയാണ്. നീ ഉടൻ തന്നെ ബാഗ്ദാദിൽ ചെന്ന് എല്ലാവരും കാണുക റോഷിനി രാജകുമാരിയെ തട്ടിക്കൊണ്ടുവരണം. പിന്നീട് നടക്കാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് കാണാം. എവിടെ എവിടെ? അയ്യോ അയ്യോ, കുമാരി! ഷാൻഷാ, കുമാരിയെ സേനാനായകൻ ഖമറുദ്ദീൻ എടുത്തോണ്ട് പോയി. എന്താ? ഖമറുദ്ദീൻ കുമാരിയെ കൊണ്ടുപോയെന്നോ? അതെ ഷാൻഷാ. ആരവിടെ? ഖമറുദ്ദീൻ എവിടെ ഉണ്ടെങ്കിലും പിടിച്ച് കുമാരിയെയും കൂട്ടിക്കൊണ്ടുവരും. ഉടൻ ചെന്ന് അലാവുദ്ദീന് വിവരം അറിയിക്കും. പോകൂ. ഖമറുദ്ദീൻ ഖമറുദ്ദീൻ, എത്ര കാലം നമ്മളിങ്ങനെ കഴിയണം? ഞാനും അതാണ് ആലോചിക്കുന്നത്. നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ച് സമയം കളഞ്ഞാൽ മതി. എന്ത്? ഒന്ന് വെറുതെ ഇരിക്കൂ. ജമീല, റോഷ്നി എവിടെ? രോഷ്നി ഞാൻ കണ്ടില്ലല്ലോ. ജമീല, നീ കണ്ടോ? ഖമറുദ്ദീൻ, നീ നല്ലവനായെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. റോഷ്നി എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ നിർത്താലാവതി. അലാവുദ്ദീൻ, നിനക്ക് എന്ത് പറ്റി? രോഷ്നി ഞാൻ കണ്ടില്ലല്ലോ. നീ കണ്ടില്ല. നീ റോഷ്നിയെ തട്ടിക്കൊണ്ടുപോകുന്നത് എല്ലാരും കണ്ടു. എന്നിട്ട് ഇല്ലലാവതി, കുറെ നേരമായി ഖമറുദ്ദീൻ ഇവിടെ തന്നെയായിരുന്നു. അങ്ങക്ക് എന്ത് വേണം? ഇമ്രാത്ത്, ഈ നിൽക്കുന്ന ഖമറുദ്ദീൻ എന്റെ റോഷ്നിയെ തട്ടിക്കൊണ്ടുപോയി. അവൾ എവിടെയാണെന്ന് പറ. റോഷ്നി രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയത് ഖമറുദ്ദീനല്ല, മീർ കാസിം വേഷം മാറി വന്നതാണ്. അപ്പോ ഖമറുദ്ദീൻ എന്നോട് ക്ഷമിക്കൂ. സാരമില്ല, നമുക്ക് ഉടൻ തന്നെ രോഷിയെ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യാം? ജമീല, നീ വീട്ടിലേക്ക് പോകും.
ഇമ്രാത്ത്, ഞങ്ങളെ റോഷിയുള്ള ഇടത്തേക്ക് കൊണ്ടുപോകും. അവിടെ ഞങ്ങളുടെ രാജാവ് അമീർ എന്ന ഭൂതമുണ്ട്. അദ്ദേഹത്തിന്റെ സന്നിധാനത്തിൽ ഞാൻ അശക്തനാണ്. അവിടെ എത്തിയാൽ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് രാജകുമാരി ഇരിക്കുന്നിടം വരെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അതിനങ്ങോട്ട് ഞാൻ വരില്ല. ഓ, അങ്ങനെയാണോ? ശരി, വേഗം കൊണ്ടുപോ. ഈ ഭൂമുഖത്ത് വിലമതിക്കാനാവാത്ത എല്ലാ സൗന്ദര്യ വസ്തുക്കളും എനിക്ക് സ്വന്തമാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ റോഷിനി രാജകുമാരി കഴിയേണ്ടത് നിന്റെ കൂടെയല്ല, എന്റെ കൂടെയാണ്. മന്ത്രവാദി, നീ വാക്കു പറയുകയാണ്. നിർക്കാസീം, വേണമെങ്കിൽ ബാഗ്ദാദ് സിംഹാസനം നിനക്ക് കരസ്ഥമാക്കാം. പക്ഷെ റോഷിനി എന്റെയാണ്, അവളെ ഞാൻ തരില്ല. നീ എന്നെ ചതിക്കുകയാണല്ലേ? നിന്റെ മന്ത്രശക്തിയിൽ എവിടെയാണെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ ബഷീർ, ബഷീർ!